തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 നവംബർ 8 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. പുറപ്പാടിൻ്റെ പുസ്തകം 40 അധ്യായം 1 മുതൽ 16 വരെയും, 1 രാജാക്കന്മാർ 8 അധ്യായം 22 മുതൽ 29 വരെയും, ഹെബ്രായർ 8 അധ്യായം 1 മുതൽ 6 വരെയും, വിശുദ്ധ മത്തായി സുവിശേഷം 12 അധ്യായം 1 മുതൽ 21 വരെയും തിരുവചനങ്ങൾ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. കരുണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കരുണയാണ് ആചരിക്കേണ്ടത്. ഭൗമികമായ ആചരണങ്ങളുടെ പിറകെയല്ല, കരുണയിൽ അടിയുറച്ച ജീവിതമാണ് വിശ്വാസത്തിൻ്റെ അടിത്തറയായി മാറേണ്ടതെന്ന് വചനമെന്ന് പറയും. ദൈവം അനന്ത കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ടത് ക്രിസ്തുവിലാണ്. തൻ്റെ മകനെ തന്നെ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി നൽകുന്നു. നമുക്ക് ജീവനുണ്ടാകാൻ അവൻ്റെ മാംസം നമുക്ക് ഭക്ഷണമായി നൽകുന്നു. തൻ്റെ പുത്രനെ അർപ്പിച്ചുകൊണ്ടാണ് പിതാവായ ദൈവം സ്നേഹം പ്രഖ്യാപിക്കുന്നത്. പീഡയും വേദനയും ഏറ്റുകൊണ്ടാണ് നമുക്ക് വേണ്ടി ക്രിസ്തു സ്നേഹം പ്രകടിപ്പിക്കുന്നത്. കരുണയല്ലാതെ മറ്റൊന്നും അതിൻ്റെ പിറകിലില്ല. ദൈവസ്നേഹത്തിൻ്റെ അടിത്തറ എന്താണ്? അത് അനന്ത കാരുണ്യമാണ്. അതുകൊണ്ട് ബലിയല്ല, കരുണയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ക്രിസ്തു പറയും. ബലിയുടെ ആചാരപരതയെക്കുറിച്ചാണ് വചനം പറയുക. അതൊരു ആചാരപരമായ കാര്യമായി മാറിയാൽ, കേവലമായ ഒരു അടയാളത്തിൻ്റെ രൂപത്തിലേക്ക് അത് മാറിയാൽ, യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളേണ്ട കരുണ അതിലില്ലെങ്കിൽ നിശ്ചയമായിട്ടും അത് പാഴായിപ്പോവും. കരുണയില്ലാത്ത ദൈവം പാഴാണ്. എവിടെയാണ് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുക? അത് കരുണയിലാണ്, മറ്റൊന്നിലല്ല. സുവിശേഷത്തിൽ നാം 3 സംഭവങ്ങളെ കാണുന്നുണ്ട്, 3 സന്ദർഭങ്ങളെ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗോതമ്പ് വയലിലൂടെ സാപത്തിൽ നടന്നു പോകുന്ന യേശുവും ശിഷ്യന്മാരും വിശന്നപ്പോൾ കതിര് പറിച്ചു തിന്നുന്ന ശിഷ്യന്മാർ. ചെയ്തുകൂടാത്ത പ്രവൃത്തിയാണ്, നിക്ഷിപ്ത പ്രവൃത്തിയാണ്, സാപത്തല്ലേ എന്നാണ് ഫരിസേയരുടെ ചോദ്യം. നാം മനസ്സിലാക്കേണ്ടത്, ഒരുവൻ്റെ വിശപ്പടക്കാൻ വേണ്ടി അരിവാൾ വെച്ച് കൊയ്തെടുക്കുന്നതാണ് പഴയ നിയമത്തിൽ പോലും സാപത്തിൽ എങ്ങനെയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് കൈകൊണ്ട് പറിച്ച് കതിര് വായിലിട്ട് ചവയ്ക്കുമ്പോൾ അവൻ്റെ വിശപ്പിനെ മനസ്സിലാക്കാൻ പറ്റാത്ത കരുണാരഹിതമായ ഒരു സ്വഭാവം നമുക്കുണ്ടോ? പലപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ ആചരണങ്ങൾ അപരത്വത്തെ നിഷേധിക്കുന്നതായി മാറുന്നുണ്ടോ? അവരെൻ്റെ മേലുള്ള കടന്നുകയറ്റമായിട്ട് മാറുന്നുണ്ടോ? അവരെൻ്റെ വിശപ്പിനെ മാനിക്കാത്തതായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശു പറയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരനെ നിയമം കൊണ്ട് എങ്ങനെ കീഴ്പ്പെടുത്താമെന്നല്ല, നീതിപൂർവകമായി അവരനോട് എങ്ങനെ പെരുമാറാം, അവരെന്നെ നിലനിൽക്കാനുള്ള ഒരിടം കൊടുത്തുകൊണ്ട്, അവരെൻ്റെ വിശപ്പിനെ മാനിച്ചുകൊണ്ട്, അവരെൻ്റെ ബലഹീനതയെ മാനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നീതിപൂർവകമായി പ്രവർത്തിക്കാൻ പറ്റൂ. ദൈവനീതി കരുണയാണ്. കാരുണ്യത്തോടെ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു പോകുന്ന നമ്മെ കൈവിടേണ്ടതല്ലേ ദൈവം? നമ്മൾ യേശുക്രിസ്തു കുരിശിൽ മരിച്ചതിന് ശേഷവും അവൻ്റെ പിന്നാലെയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടും എത്രയോ തവണയായി നാം വീണുകൊണ്ടിരിക്കുന്നു. നമ്മെ തള്ളിക്കളയേണ്ടതല്ലേ? നമ്മെ തള്ളിക്കളയാതെ, വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ 18 വർഷം ഞാൻ ജീവിച്ചത് ക്രിസ്തു വിരോധിയായിട്ടാണ്. ഇന്നും നല്ലവനായിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. അന്ന് ഞാൻ ക്രിസ്തു വിരോധിയാണ്, ക്രിസ്തുവിനെ എതിർക്കുന്നവനാണ്, സഭയെ എതിർക്കുന്നവനാണ്. ഇന്ന് ഞാൻ സഭയെ അനുകൂലിച്ച് വർത്തമാനം പറയണ്ടാവാം, ക്രിസ്തു വലിയവനാണെന്ന് പറയണ്ടാവാം. പക്ഷേ ജീവിതത്തിൻ്റെ വഴിയിൽ നിരവധി തവണ കാലിടറിപ്പോകുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കാലിടറുമ്പോഴും എൻ്റെ പ്രത്യാശ അവൻ്റെ കരുണയിലാണ്. അവൻ എനിക്ക് വേണ്ടി മരിക്കാൻ മനസ്സ് കാണിച്ചവൻ, അവൻ എനിക്ക് വേണ്ടി ജീവിതം ഉപേക്ഷിച്ചവൻ, അപ്പമായി മുറിഞ്ഞവൻ, എനിക്ക് വേണ്ടി 5 ലക്ഷത്തിലധികം പുരോഹിതരുടെ ഹൃദയങ്ങളിൽ കാരുണ്യത്തിൻ്റെ നീർച്ചാലൊഴുക്കിയവൻ, അവനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കരുണയാവണം ദൈവം, കരുണയാവണം പ്രധാനപ്പെട്ടത് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തേത്, ഒരു കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുന്നതാണ്. സാപത്തിൻ്റെ ദിവസം സുഖപ്പെടുത്താമോ? ആചാരപരമായാണ് ചിന്തിക്കുന്നതെങ്കിൽ ചെയ്തുകൂടാത്ത പ്രവൃത്തി. സാപത്ത് ദിവസം ഒരു ജോലിയും ചെയ്തുകൂടാ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് തുടരുന്നത് എന്ന് വെളിവാക്കാൻ വേണ്ടി യേശു സാപത്തിൻ്റെ ആചാരപരതയെ ലംഘിച്ചുകൊണ്ട് അതിൻ്റെ അകത്തെ ആന്തരിക സത്തയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവം പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിലനിൽപ്പിന് കാരണമെന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ദൈവം ഇടപെടുന്നു. മനുഷ്യന് പ്രവർത്തിക്കാൻ അനുവാദമില്ലാത്തൊരു സമയത്ത്, മനുഷ്യ പ്രവൃത്തികൾക്ക് വിരാമം വിടേണ്ട ഒരു സമയത്ത്, മനുഷ്യ അധ്വാനങ്ങളെ വിലക്കുന്നൊരു സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് മാറാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട്. സാപത്ത് നമുക്ക് എങ്ങനെയായിത്തീരണം? യേശു ചോദിക്കുന്നുണ്ട്, ഒരു കാളയോ, നിങ്ങളുടെ കാളയോ പുത്രനോ പുത്രിയോ കിണറ്റി വീണാൽ നിങ്ങളതിനെ രക്ഷിക്കില്ലേ? അപ്പോൾ ദൈവത്തിന് സ്വന്തം മകൻ്റെ കൈ ശോഷിക്കുമ്പോൾ അത് സുഖപ്പെടുത്താനായിട്ട് സാപത്ത് ദിവസം പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെ നിഷേധിക്കലല്ലേ? മൂന്നാമത് നാം കാണുന്നുണ്ട്, യേശുവിനെ അവർ പിടിച്ച്
നശിപ്പിക്കാനായിട്ട് ആലോചിക്കുന്നു. യേശു ആകട്ടെ അവരിൽ നിന്ന് അകന്നു പോകുന്നു. യേശു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അവനെ നശിപ്പിക്കാനാണ് യഹൂദർ ആലോചിക്കുന്നത്. യേശു അവരുടെ ഇടയിൽ നിന്ന് മറയുന്നു. ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവനും ഞാൻ സംപ്രീതനാണ്. യെശയ്യാ പ്രവാചകന്റെ വാക്കുകളാണ് ക്രിസ്തുവിലൂടെ നിറവേറുന്നത്. ക്രിസ്തുവിനറിയാം ഇവർക്കെതിരെ ശബ്ദിക്കുന്നതിൽ അർത്ഥമില്ല, ഇവർക്കെതിരെ പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മറുകൃതി പറയാതെ യേശു അവരിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇതിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണാം. ഒന്ന്, കരുണയാണ് നമുക്ക് ആവശ്യം. അവരുടെ ബലഹീനതയോട് നമുക്ക് കാരുണ്യം വേണം. രണ്ടാമത്, അവരെൻ്റെ സഹനങ്ങളോട് നമുക്ക് കാരുണ്യം വേണം. മൂന്നാമത്, നമുക്കെതിരെ ദ്രോഹങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മെ കൊല്ലാൻ മറ്റുള്ളവർ ആലോചിക്കുമ്പോൾ, ഗൂഢാലോചന ഉണ്ടാകുമ്പോൾ എതിർക്കുകയല്ല വേണ്ടത്. കർത്താവിൻ്റെ നാമത്തിൽ ശാന്തരാവുകയാണ്. അവരിൽ നിന്ന് കർത്താവ് പ്രവചനങ്ങൾ നിറവേറാനാണ് തൻ്റെ പ്രവൃത്തി എന്ന ബോധ്യത്തോടെ ജീവിച്ചതുപോലെ പ്രവചനങ്ങൾ നിറവേറുകയാണ് നമ്മിലൂടെ എന്ന ബോധ്യത്തോടെ ജീവിതത്തിൻ്റെ ചുവടുകൾ വെക്കുകയാണ് വേണ്ടത് എന്ന് വചനം എന്ന് ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഭൗതികമായ ഒരുക്കങ്ങളോടെ ദൈവത്തെ കാണാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അക്കാലത്ത് ദൈവത്തെ അനുഭവിക്കാൻ കഴിയാത്ത ജനത്തോട് പറയുകയാണ്. മോശയോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം എന്നെ അനുഭവിക്കാൻ, അല്ലെങ്കിൽ എന്നെ കണ്ടുമുട്ടാൻ, സമാഗമം ഉണ്ടാകാൻ. അങ്ങനെ ദൈവത്തെ കാണാനായി ഒരു ഭൗതിക സാഹചര്യം ഒരുക്കണമെന്നാണ് പഴയ നിയമം പഠിപ്പിച്ചത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സോളമൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, അങ്ങ് ഈ ഭൂമിയിൽ നിറഞ്ഞു വസിക്കുന്നവനാണ്. ഈ ഒരു ആലയത്തിൽ ഒതുങ്ങേണ്ട ആളല്ല അങ്ങ്. ഇങ്ങനൊരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങാൻ എനിക്ക് സാധ്യമല്ല. എങ്കിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളുടെ സ്വരം ശ്രവിക്കണമേ. അപ്പോൾ ദൈവം നമ്മോട് കൂടെയാണെന്നും സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണെന്നും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടെത്തേണ്ടവനല്ലെന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ രാജാവ് തിരിച്ചറിയുന്നുണ്ട്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഈ പ്രവചനങ്ങളിലൂടെ നിയമത്തിലൂടെയൊക്കെ വന്ന ദൈവത്തെ ജീവിതാനുഭവമായി ക്രിസ്തുവിൽ തിരിച്ചറിയണമെന്നാണ് ഹെബ്രായർ ലേഖനം പറയുക. ഒരു മഹാപുരോഹിതൻ, നമുക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്നവൻ, അപ്രകാരം ബലിയർപ്പിക്കുന്ന ഒരു ദൈവമാണ് ക്രിസ്തുവെന്ന്, അപ്രകാരം ബലിയർപ്പിക്കുന്ന ഒരുവനാണ് നമ്മുടെ മഹാപുരോഹിതൻ എന്ന ബോധ്യത്തോടെ ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ശിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് വേണ്ടു, നമ്മുടെ ജീവിതത്തിനകത്ത് പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഭാവമായി കാണേണ്ട കാരുണ്യം ജീവിത വഴിയിൽ നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റണം. നിത്യപുരോഹിതനായ യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന രാജകീയ പുരോഹിതഗണമായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിത വഴിയിൽ കാരുണ്യത്തിൻ്റെ വക്താക്കളായി, കാരുണ്യത്തിൻ്റെ കരങ്ങളായി മാറണമെന്ന് വചനമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ശിലറ്റം പ്രിയപ്പെട്ടവരെ, ആചാരങ്ങളിലല്ല നാം ഉറയ്ക്കേണ്ടത്, ആചാരങ്ങളുടെ അടിത്തറയായി നിലകൊള്ളുന്ന കാരുണ്യത്തിലാണ്. ആ കാരുണ്യം പ്രഘോഷിക്കാനായി ആചാരങ്ങളെ മറികടന്നും ലംഘിച്ചും നമുക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട്. നീതിയുടെ മക്കളായി, നീതിയുടെ സുവിശേഷമായി എല്ലാവർക്കും, അവസാനത്തെ മനുഷ്യൻ വരെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനിടയാകും വിധം കാരുണ്യത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.